ഐസ് നമ്മുടെ ഏറ്റവും ഫേവററ്റ് ആയ ബിഗ് ബോസിന്റെ ഏറ്റവും ഫേമസ് ആയ നമ്മുടെ ആ ടാസ്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഹോട്ടൽ ടാസ്ക്. ഇത് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒരു ഹോട്ടലായിട്ട് അങ്ങ് മാറുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു ടാസ്ക്കാണിത്. അതായത് ഈ സീസൺ 4 3 തൊട്ടങ്ങാണ്ട് തുടങ്ങിയ ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉള്ളൊരു ടാസ്ക്കാണിത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പുറത്തു നിന്നുള്ള ഒരു ഗസ്റ്റ് ആയിരിക്കും വരുന്നത് ഇവിടെ. നമ്മുടെ ഈ സീസണിലെ ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റാണ് ഷിയാസ് കരീമും അതേപോലെ തന്നെ ശോഭ വിശ്വനാഥും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ അറിയാവുന്ന തോന്നുന്നു, കാരണം ഇവർ XBB കണ്ടസ്റ്റൻസ് ആണ്. നമ്മുടെ അനുമോളാണ് കേട്ടോ നമ്മുടെ മാനേജർ. പുള്ളിക്കാരത്തി ഭയങ്കര കോമഡിയാ, അവിടെ കിടന്ന് എന്തൊക്കെ കാണിക്കുന്നതെന്ന് കാണണം. ശോഭ വിശ്വനാഥും അതേപോലെ തന്നെ ഷിയാസ് കരീമും ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തൊട്ട് ഹൗസ് മേറ്റ്സിനെ അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനെ ഇട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക. ശോഭ വന്നപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങി, ഇത് എന്ത് ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തട്ടുകടയുടെ ഒരു വൃത്തി പോലും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം വന്നപ്പോൾ തൊട്ട് വൻ അഭിനയം, തുമ്മുന്ന് ഒരു ആറ്റിറ്റ്യൂഡ് ഇരുന്ന് കൊള്ളാൻ തരും. ശോഭ മെയിനായിട്ടും വന്നപ്പോൾ തൊട്ട് നമ്മുടെ ലക്ഷ്മിക്കിട്ട് കുറേ തവണ കൊട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ലക്ഷ്മിയുടെ കയ്യിരിപ്പ് എന്തായാലും പുറത്തു വന്ന് അത് നമ്മുടെ ശോഭ വിശ്വനാഥ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവൾക്കിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക. ഷിയാസ് കരീം ഇതുവരെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ശോഭ വിശ്വനാഥ് ഇതിൽ ഡയമണ്ട് മെർച്ചൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഷിയാസ് കരീം കാർ ഡീലർ, അതായത് ലക്ഷറി കാർ ഡീലർ. എന്തായാലും അവരിത് ഇപ്പം കയറിയതേ ഉള്ളൂ. ഇനി ഈ കളികൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ശോഭയും അതേപോലെ തന്നെ ഷിയാസ് കരീമും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കൊണ്ടുവരുമോ, അതോ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് ഇവർക്കിട്ട് പണി കൊടുക്കുമോ, നമുക്ക് കണ്ടറിയാം. എന്തായാലും സത്യം പറഞ്ഞൊരു തട്ടിക്കൊട്ട് പരിപാടിയാണ്. അവരുടെ ആ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു മാനേഴ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടില്ല. ഈ ഹോട്ടൽ ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ വേണം. ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല. ഇനി കണ്ടറിയാം എന്നാ സംഭവിക്കുന്നതെന്ന്. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.